എന്താ ഞങ്ങള് കൂട്ടാതെ ഒരു ഗൂഢാലോചന? അത് പറയാം. പക്ഷേ ഇവിടെ ഒരാളെ കൂടി കാണാനുണ്ടല്ലോ. എവിടെ? അഖിലേച്ചി മുറിയിൽ തന്നെ ഇരുപ്പാ. ചുമ്മാ പുറത്തിറങ്ങി ഒന്ന് നടക്കാന്ന് പറഞ്ഞിട്ടും വന്നില്ല. അമൃതേച്ചിയോടാ പിണക്കം. നമുക്ക് ആ പിണക്കം മാറ്റണ്ടേ? വേണ്ടേ? നിങ്ങൾ ചെന്ന് അച്ഛൻ വിളിക്കുന്നു പറ. ചെല നിങ്ങൾ രണ്ടുപേരും തമ്മിൽ 5 മിനിറ്റ് പോലും പിണങ്ങിയിരിക്കാൻ പാടില്ല. അത് അച്ഛന് സഹിക്കില്ല. അഖിലേച്ചി, അച്ഛൻ വിളിക്കുന്നു. എന്തിന്? എല്ലാരും കൂടി എന്തൊക്കെയോ വലിയ ആലോചനയില്ല. ചേച്ചി മാത്രമില്ലാതിരിക്കുന്നത് ശരിയാണോ? നീ ഇങ്ങനെ ഒരു മണ്ടിയായി പോയില്ല ആരാധി. വീട്ടുകാരെല്ലാരും കൂടെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്നത് എല്ലാവരുടെ അഭിപ്രായം അറിയാനാ. ഇവിടെ അങ്ങനെ വല്ലതുമാണോ? ആലോചനയൊക്കെ ഉണ്ട്, എല്ലാരും അഭിപ്രായവും പറയും. പക്ഷെ തീരുമാനമേ അത് അമൃതേച്ചിയുടെ മാത്രമായിരിക്കും. പിന്നെ എന്തിനാ മോളെ ഈ ആലോചന അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ ആളെ കളിയാക്കുന്നേ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അമൃതേച്ചി അങ്ങനെയൊന്നും അല്ല. നമ്മളൊക്കെ പറയുന്ന സകല ആവശ്യങ്ങളും സാധിച്ചു തരുന്ന ആളാണല്ലോ അമൃതേച്ചി. പിന്നെന്താ? നീ പറയുന്ന കേട്ടാത്തൊന്നും അമൃതേച്ചി ജോലിക്ക് പോയി സമ്പാദിക്കുന്ന പൈസ കൊണ്ടാ നമ്മളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നേന്ന്. അങ്ങനെയൊന്നും അല്ലല്ലോ. അമൃതേച്ചിയുടെ കയ്യിലുള്ളതേ പഞ്ചരത്നത്തിലെ കാശാ. അതിൽ അമൃതേച്ചിക്കുള്ള അതേ അവകാശമാ നമുക്കും ഉള്ളത്. എല്ലാവരുടെയും കൂടി പണം എടുത്ത് ഓരോ ആവശ്യങ്ങൾ നടത്തിയിട്ട് അത് അമൃതേച്ചിയുടെ ഔദാര്യാന്ന് വരുത്തി തീർക്കാം. അതാ ഇപ്പൊ ഇവിടെ നടക്കുന്നേ. എന്തിനാ ചേച്ചി നമുക്കിടയിൽ ഈ കണക്ക് പറച്ചില്? നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ പറയേണ്ടി വന്നില്ല. പക്ഷെ ഇനി പറയാതിരിക്കാനും പറ്റില്ലല്ലോ. അതിനു മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ലേ. ദിവ്യപ്രഭയുടെ കയ്യിൽ നിന്ന് അമൃതേച്ചി 2 കോടി രൂപ വാങ്ങിന്നുള്ള ഡോക്യുമെന്റ് എങ്ങനെയാ ഉണ്ടായത്? അത് കലയമ്മ അമൃതേച്ചിയെ പറ്റിച്ച് ഒപ്പിട്ട് വാങ്ങിയതല്ലേ? ആ, അങ്ങനെയൊക്കെയാ പറയുന്നേ. പക്ഷെ എനിക്കതൊന്നും അത്ര വിശ്വാസം വന്നിട്ടില്ല. തീയില്ലാതെ പുകയുണ്ടാവില്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ. ഒരു കാര്യമില്ലാതെ കലയമ്മയും ദിവ്യപ്രഭയും ചേർന്ന് അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കോ? ശരി, അത് കള്ളമാണെന്ന് തന്നെ കരുതാം. സഹകരണ ബാങ്കിൽ അമൃതേച്ചി ലോണ് ചോദിച്ചു പോയതോ? അതൊക്കെ സത്യമല്ലേ? അത് കല്യാണ ചെലവിനാണെന്നല്ലേ പറഞ്ഞത്? പറഞ്ഞതൊക്കെ അങ്ങനെയാ. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ നല്ല പ്രയാസമുണ്ട്. അമൃതേച്ചിയുടെ കല്യാണം ഇപ്പൊ നടത്തുന്നില്ലെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് 2 കല്യാണമല്ലേ നടക്കുന്നുള്ളൂ. 60 പവൻ സ്വർണം നമ്മുടെ കയ്യിലുണ്ട്. ചെലവിനുള്ള കാശ് ബാങ്കിലും. പിന്നെ എന്തിനാ അമൃതേച്ചിക്ക് ലോൺ? നമ്മളുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ലോൺ എടുത്തിട്ട് ആ കാശ് കൊണ്ട് വേറെ എന്തോ ചെയ്യാനാ അമൃതേച്ചിയുടെ പ്ലാൻ. ആ 50 ലക്ഷം രൂപ ചേച്ചിയുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. ബാധ്യതയെ നമ്മൾ 5 പേരുടെ തലയിലും ആവും. നല്ല ബുദ്ധിയല്ലേ? നമ്മള് മണ്ടികളായതുകൊണ്ട് അമൃതേച്ചി പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുകയും ചെയ്യും. അമൃതേച്ചി അവസരം നന്നായി മുതലാക്കുകയും ചെയ്യും. മതി. എന്തറിഞ്ഞിട്ടാ അഖിലേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കറിയാം അമൃതേച്ചി കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നത് എന്തിനാണെന്ന്. ഒന്നും ആരെയും അറിയിക്കാതെ ഒറ്റയ്ക്കെല്ലാം സഹിക്കാം അമൃതേച്ചി. അങ്ങനൊരാളെ അറിയാതെ പോലും കുറ്റം പറയരുത്. നീ അല്ലെങ്കിലും അമൃതേച്ചിയുടെ പക്ഷമല്ലേ പിടിക്കൂ. ഒരു അനുസരണയുള്ള കുട്ടി. ഞാൻ ഒരു പക്ഷവും പിടിക്കുന്നില്ല. പക്ഷെ എനിക്കറിയാവുന്ന സത്യത്തിന്റെ പേരില് നിങ്ങളൊക്കെ അമൃതേച്ചിയെ കുറ്റപ്പെടുത്തിയാ ഞാനത് സഹിക്കില്ല. എന്ത് സത്യം? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതില് കലയമ്മയും അംബിക മാമയും ദിവ്യപ്രഭയും അവരുടെ അമ്മയും ഒക്കെ കഥാപാത്രങ്ങളാ. ഈ വിവാഹം നടക്കണമെങ്കിൽ നീ അഖിലയ്ക്ക് 60 പവൻ സ്വർണം സ്ത്രീധനമായി കൊടുക്കണം. വിവാഹം കഴിഞ്ഞാലുടനെ താലിമാല ഒഴിച്ചുള്ള മുഴുവൻ സ്വർണവും എനിക്ക് എന്റെ സ്വാതന്ത്ര്യത്തിൽ കിട്ടണം. അത് 60 പവൻ ഉണ്ടാവുകയും വേണം. നിങ്ങളുടെ വക്കീൽ എന്നെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ച പേപ്പർ എങ്ങനെ ദിവ്യപ്രഭയുടെ കയ്യിലെത്തി? സ്ത്രീധനം കൊടുക്കുന്നത് കൂടാതെ അംബികയ്ക്ക് 60 പവൻ കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടല്ലോ നിനക്ക്.
ദിവ്യപ്രഭയ്ക്ക് നഷ്ടപ്പെട്ട 60 പവൻ. അതിനല്ലേ നീ ഈ ലോണിന് ഓടി നടക്കുന്നത്? കിട്ടില്ല അമൃതേ. കല്യാണത്തിനുള്ള 30 പവൻ കൂടാതെ അംബിക മാമി ചോദിച്ച 60 പവൻ കൂടെ കൊടുക്കാന്ന് സമ്മതിച്ച അഖിലേഷിയുടെയും ആകാശയുടെയും കല്യാണം നിശ്ചയിച്ചത്. ആ 60 പവന് വേണ്ടിയാ അമൃതേച്ചി ലോൺ എടുക്കാൻ നടന്നത്. അതെന്തിനാ നമ്മള് കൊടുക്കുന്നേ? അത് കൊടുക്കാതെ അഖിലേച്ചി ആ വീട്ടിൽ ചെന്ന അംബിക മാമിയും ദിവ്യപ്രഭയും കൂടി ചേച്ചിയുടെ സ്വൈര്യം കെടുത്തുന്നായിരുന്നു അമൃതേച്ചിയുടെ പേടി. അഖിലേച്ചി സന്തോഷായിരിക്കട്ടെ എന്ന് കരുതി ആരെയും ഒന്നും അറിയിക്കാതെ ഒറ്റയ്ക്ക് സർവ്വഭാരവും ചുമക്കുമായിരുന്നു അമൃതേച്ചി. ഇതൊക്കെ എന്നോട് പറയാത്തെന്താ? ചേച്ചിക്ക് അറിഞ്ഞൂടെ അമൃതേച്ചിയുടെ സ്വഭാവം? അമൃതേച്ചിക്ക് എന്തൊക്കെ വിഷമം വന്നാലും ഒറ്റയ്ക്ക് അത് സഹിക്കും. നമുക്കെന്തെങ്കിലും സങ്കടം ഉണ്ടായാ സഹിക്കുകയില്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.